സർക്കാരാണ് ഇതിന് മറുപടി പറയേണ്ടത്. ആ കുളത്തിന്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരടി ചവറ് ലാസ്റ്റ് അടക്കാം. അപ്പൊ നമ്മുടെ അധികാരികൾ അതെല്ലാം ശ്രദ്ധിച്ച് പണിക്ക് വെച്ചിരിക്കുന്നവരെ കൊണ്ട് അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. മഴയുള്ളപ്പോൾ മാത്രമല്ല അത് ശ്രദ്ധിക്കുക. സർക്കാർ കൂടെ ഒന്ന് നല്ലോണം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആവും. ബസ് വന്നപ്പോ ഇതിലെ പോയ ബസ് മറിഞ്ഞു വരുന്നു, പേടിച്ചു പോയി. ബസ് മറിഞ്ഞാലുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെ നീട്ടിരിക്കുന്ന എന്താണെന്ന് ഈ മന്ത്രി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അറിയാൻ വയ്യ. തലസ്ഥാന നഗരത്തിലെ റോഡുകളെല്ലാം ഹൈടെക്കായി എന്നാണ് നഗരസഭയുടെയും സർക്കാരിന്റെയും അവകാശവാദം. എന്നാൽ കഴിഞ്ഞ ദിവസം മഴയൊന്ന് നിന്ന് പെയ്തപ്പോൾ നഗരത്തിലെ പലയിടത്തും വെള്ളം കയറി. ഈ വികസനം വെറും പ്രഹസനമാണോ? എന്താണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇത് റോഡ് പണി ചെയ്യുമ്പം അവര് റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ചെയ്തിട്ട് ഈ മഴവെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഹോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടുകളിൽ നിന്ന് വരുന്ന വെള്ളം പോകാൻ വേണ്ടി വഴിയില്ലാതെ അതും അല്ലാതെ ഓട് യഥാസമയം ക്ലീൻ ചെയ്യാത്തതും മറ്റു ഓടകളുടെ ഈ പുനരുദ്ധാരണം ചെയ്യാത്തതിന്റെ കാര്യം കൊണ്ടാണ് വെള്ളപ്പൊക്കം യാഥാർത്ഥ്യമായിട്ട് വരുന്നത്. സർക്കാരാണ് ഇതിന് മറുപടി പറയേണ്ടത്. 6 മാസത്തിന് ഇവിടെ ഒരാൾ കുടുങ്ങിപ്പോയിട്ട് ഈ വേസ്റ്റ് ഇതെല്ലാം കൂടെ ഇളക്കാൻ പെട്ട പാട് ഭയങ്കരമായിരുന്നു. പിന്നെ ഈ മൊത്തത്തിൽ പറഞ്ഞാൽ ഇതിന്റെ തന്നെ സർക്കാരിന്റെ തന്നെയാണ് വീഴ്ചയാണ് കൂടുതലും വരുന്നത്. കാല് പൊക്കിക്കൊണ്ട് നടക്കണതും മെനക്കേടും ഒരു വലിയ ബുദ്ധിമുട്ടാണ്. മഴ പിടിച്ചാൽ ഇവിടെ നമുക്ക് ചവിട്ടാൻ വയ്യ. കാലെല്ലാം ഒരുമാതിരി കടിച്ച് മോശമായ രീതിയിലായി. ഒരു മണിക്കൂർ കൊണ്ട് റോഡെല്ലാം ഫുള്ളായി ക്ലിയർ ചെയ്യും. ഈ ഓടയെല്ലാം അടഞ്ഞിരിക്കുകയാണ്. അത് അവർ കള്ളപ്പണി ചെയ്ത് ഓടയെല്ലാം കച്ചറായിട്ട് നിറഞ്ഞത്. അത് കോരിയില്ല. എവിടെയെങ്കിലും കൊണ്ടുവന്ന് കുറച്ച് മീത കൊണ്ടുവന്ന് കോരി ഇട്ടിട്ട് അവരങ്ങ് പോകും. ബില്ലും പാസ്സാക്കി കൊണ്ടുപോകും. അത് തന്നെ അവരെ ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഓട നിറഞ്ഞു കിടക്കണ ഓട ക്ലിയർ അല്ല. ഇവിടെ നല്ല രീതിയിൽ 1 മണിക്കൂർ മഴ പെയ്യണമെങ്കിൽ ഇവിടെ എല്ലാം വെള്ളത്തിൻ്റെ അടിയിലാണ്. ഓടമൊന്നും ക്ലിയർ അല്ല. ക്ലിയർ ആവാത്തതുകൊണ്ട് വീടുകളിൽ ഓടിക്കയറും. ആ കല്ലാട്ടുമുക്ക് റോഡ് 9 പ്രാവശ്യം നന്നാക്കി. വീണ്ടും മഴ പെയ്യുമ്പോൾ വീട്ടിനകത്ത് വരെ വെള്ളം കയറിപ്പോകും. അതായത് ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗണതുവിൻ്റെ ഇവിടെ നിന്ന് ഇത്രയ്ക്ക് വെള്ളപ്പൊക്കമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടം ഇപ്പോഴത്തെ കടക്കച്ചവടക്കാരെല്ലാം കൊണ്ട് ധാനെല്ലാം അടി കൂടെ കയറ്റി വിടും. അപ്പോൾ അത് ബ്ലോക്കായി നിൽക്കും. അതാണ് ഇത്രയും ഇവിടെ വെള്ളം കെട്ടേണ്ട കാര്യങ്ങൾ. ആദ്യം ഈ ചവറ് നിയന്ത്രിക്കാൻ കോർപ്പറേഷൻ തീരുമാനം എടുക്കണം. എന്നാൽ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായാലും ഒന്നും ഉണ്ടാവും. ഈ വരുന്ന ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആ കുളത്തിന്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരടി ചവറ് ലാസ്റ്റ് അടക്കാം. അതിനുള്ള സഹകരണം ഒരു കടയിൽ അതിനുള്ള ഒരു ബോക്സ് കൊണ്ട് വെച്ചുകൊടുക്കണം. വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ട് ഫൈൻ അടിക്കണം കൊണ്ട് തട്ടണമെങ്കിൽ. ഈ ഹോട്ടലിലായാലും ഈ ഇറച്ചിക്കട ഇവിടെയുള്ള എല്ലാ വേസ്റ്റുകളും ഈ ഓടക്കുഴി വന്നു. ഇതിനിടയ്ക്ക് ഒരാൾ മരിച്ചതാണ്. ഈ ഇടയ്ക്ക് ഒരാളല്ല, ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് വെള്ളം അടിച്ച് അതിൻ്റെ അകത്ത് വീഴുന്നുണ്ട്. എന്നിട്ട് പോലും കോർപ്പറേഷൻ ഇതൊക്കെ തീരുമാനമൊന്നും എടുക്കുന്നില്ല. പിന്നെ വരുന്ന മഴ പെയ്യുന്ന പാവങ്ങൾ അങ്ങനെ ജീവിച്ചു പോകണം. അത്ര തന്നെ മാത്രം. മഴയുള്ളപ്പോൾ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ. മഴ ഇല്ലാത്തുമ്പോൾ ഓടകൾ വൃത്തിയാണോ, അത് ചവറുകൾ നിറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കേണ്ട അധികാരികളുണ്ട്. അവരത് ശ്രദ്ധിക്കൂല. ഈ വെള്ളം പൊങ്ങുമ്പോൾ മാത്രം അതിനായിട്ട് ഇറങ്ങി നടക്കും. അതും കാര്യമില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നെന്നുള്ളത് അവർ നേരത്തെ വിട്ട് ചെയ്യണ്ടേ. ഒരു മഴ 2 മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കിനല്ല അതിനെ ഇറങ്ങേണ്ടത്. ഓരോരുത്തരുടെ ഓരോ അപകടങ്ങൾ കാണും. ഇന്നലെ തന്നെ ഒരുപാട് പേരുടെ കാലൊക്കെ ഓടയിലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ എന്തിനാ അധികാരികൾക്കെല്ലാം ശമ്പളങ്ങൾ കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ്, ഒന്നും ചെയ്യൂല. പൊതുജനങ്ങളല്ലേ കഷ്ടപ്പെടുന്നത്. അതാണ് കാര്യം. ഇപ്പൊ വലിയ വികസനം, സ്മാർട്ട് റോഡുകൾ എന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊക്കെ ശരിക്കും പ്രാവർത്തികമാകുന്നുണ്ടോ? എവിടെന്ന് എല്ലാം അങ്ങനെ പ്രാവർത്തിയാകുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഇന്നലെ ഈ വെള്ളം അത്രയും ഇവിടെ മുങ്ങുമോ? ഇല്ല. ഓടകളൊന്നും വൃത്തിയാക്കൂല. അപ്പൊ അത് ചെയ്യേണ്ട ജോലിക്കാരൊക്കെ കൊണ്ട് അവരെ കൊണ്ട് സമയത്ത് ചെയ്യിപ്പിക്കുക. അല്ലാതെ മഴ വരുമ്പോ മാത്രം ഓട വൃത്തിയാക്കാൻ ഇറങ്ങിയാൽ നടക്കുവോ? ഇല്ല. അതാണ് കാര്യം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇത്ര വെള്ളം ക്രോസ് ഞാൻ ആ വെള്ളമെല്ലാം കഴിഞ്ഞാൽ ഞാൻ വന്നത്. അതുകൊണ്ട് അപ്പൊ അതാണ് കാര്യം. അപ്പൊ നമ്മുടെ അധികാരികൾ അതെല്ലാം ശ്രദ്ധിച്ച് പണിക്ക് വെച്ചിരിക്കുന്നവരെ കൊണ്ട് അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. മഴയുള്ളപ്പോൾ മാത്രമല്ല അത് ശ്രദ്ധിക്കുക. മഴയില്ലാത്തുമ്പോ ഓടകൾ വൃത്തിയാണോ, എവിടെയൊക്കെയാണ് അറ്റകുറ്റപ്പണികളുള്ളത് അതെല്ലാം ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് അവർ ചെയ്യണം കറക്റ്റായിട്ട്. ഇന്നലെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കൊടപ്പനക്കുന്ന് ബസ് കയറാൻ ബുദ്ധിമുട്ടായി. അത്രയ്ക്ക് വെള്ളം. ഇവിടെ വേറൊരു ബസ് വന്നപ്പോ ഇതിലെ പോയ ബസ് മറിഞ്ഞു വരുന്നു, പേടിച്ചു പോയി.
ബസ് മറിഞ്ഞാലുള്ള അവസ്ഥ. ഇങ്ങനെയൊക്കെ നീട്ടിരിക്കുന്ന എന്താണെന്ന് ഈ മന്ത്രി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അറിയാൻ വയ്യ. വോട്ടുകളൊക്കെ കൊടുത്ത് ജയിപ്പിച്ചു എല്ലാരും. ഒരു പ്രതിഫലം വേണ്ടേ? ഇതുപോലെ വെള്ളം പോലും കുടിക്കാൻ വേണ്ടിയുള്ള ഇതില്ല. കച്ചവടം മോശം. ഈ മഴ കാരണം, ഈ വെള്ളക്കെട്ട് കാരണം നമുക്കിവിടെ ഇരിക്കാൻ പറ്റണില്ല. ഒരുപാട് വിഷമം കൊണ്ട്, ഈ ചരുവം കൊണ്ട് ഈ സ്ഥിതിയിൽ വന്നതാണ്. ഒരു തരത്തിലും ജീവിക്കാൻ വേണ്ടി ആരും സമ്മതിക്കണില്ല. മഴ പെയ്ത റോഡ് ഫുള്ള് വെള്ളമുണ്ട്. ഇതിന് ഒരു പ്രതിവിധി ഇതുവരെ കണ്ടിട്ടില്ല. നഗരസഭ ആയാലും ഗവൺമെന്റ് ആയാലും ആരും കാണുന്നില്ല. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ? കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഇടത്തരക്കാരനാണ്. ഭിക്ഷക്കാരന് കുഴപ്പമില്ല, ആരും മുമ്പേ കൈ നീട്ടാം. കോടീശ്വരന് പണമുണ്ട്. ഇടത്തരക്കാരൻ ജോലി ചെയ്താലേ ജീവിക്കുക, തൊഴിലില്ല. ആരുടെ ചെന്ന് പറയും, ആരുടെ ഒന്നും പറയാത്തില്ല. നമ്മളെ വിധി നമ്മൾ അനുഭവിക്കും. സർക്കാർ കൂടെ ഒന്ന് നല്ലോണം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആവും. പിന്നെ ജനങ്ങൾക്ക് അത്രയും വലിയ സിറ്റുവേഷൻ അനുഭവിക്കേണ്ട ആവശ്യം വരില്ല. ഉദ്യോഗസ്ഥരും സർക്കാരും ഒക്കെ കുറച്ചുകൂടി നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ വെള്ളക്കെട്ടൊക്കെ ഒഴിവാക്കാം. ഒഴിവാക്കാം. ഒന്ന് നമ്മളെ ഒന്ന് ക്ലീൻ ചെയ്ത് ഓടയൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ല പോലീസുകാരെ ഇറക്കിയിട്ട് നടക്കണേം കാട്ടി ഒരു ജനങ്ങൾക്കൊരു മാതൃകയാക്കിയാൽ അത്രയും നല്ലതാണ്.